ഇതൊരു ലൈംഗിക പീഡന കേസ്, അതിൽ രാജി, അതിൽ അറസ്റ്റ് എന്ന കേവല നിയമത്തിനപ്പുറം, നിയമ നടപടിക്കപ്പുറം ഇതിൽ ഉറപ്പായും രാഷ്ട്രീയമുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഏത് വിഷയം ചർച്ചയാകണം എന്നുള്ള കൂലങ്കഷമായ ചിന്തകൾ നടക്കുന്നുണ്ട്. ക്ഷേത്രക്കൊള്ള മറയ്ക്കാനുള്ള നീക്കമാണ് അറസ്റ്റ് വൈകിപ്പിക്കലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം പറയുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഉറപ്പായും ഇതിൽ രാഷ്ട്രീയമുണ്ട്, ആരില്ലെന്ന് പറഞ്ഞാലും. 15-ാം തീയതിയാണ് പരിഗണിക്കുക. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിയും. സലീം, സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ ഈ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഉത്തരവ് ഒരു തരത്തിൽ ആശ്വാസമാണ്. കാരണം ഈ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയതിന് പിന്നാലെ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് വൈകിപ്പിക്കുന്നു എന്നുള്ള ചോദ്യം ഏറ്റവും അധികം CPIM-ന്റെ ഹാൻഡിലുകളിൽ നിന്ന് അപ്പുറത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകരോ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളോ ആയിരുന്നു ഉയർത്തിയിരുന്നത്. അതിന്റെ കാരണം ഈ 8-ാം തീയതിയോ അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 9-ാം തീയതിയോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തേക്കാം എന്നൊരു സൂചന കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ടായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിനെ ആ നിലയിൽ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം നടത്തും എന്നുള്ളതിന്റെ ഒരു ഭയവും കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ദിവസം അത് തിരിച്ചടിയാവാനും അത് പിന്നീട് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സമയം കിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കളുടെ ആശങ്കയായി ഉണ്ടായിരുന്നത്. നിലവിൽ ഈ ഉത്തരവ് വരുന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെ കോൺഗ്രസിനും ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കോൺഗ്രസിനും വലിയ ആശ്വാസമാണ് ഇപ്പോഴത്തെ ഉത്തരവ്. പ്രത്യേകിച്ചും ഈ വിചാരണ കോടതി നേരത്തെ ഈ മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. മുൻകൂർ ജാമ്യം അനുവദിക്കാനുള്ള അധികാരം ഈ കേസിൽ പ്രയോഗിക്കാനാവില്ല എന്നുള്ളതായിരുന്നു വിചാരണ കോടതി നിരീക്ഷിച്ചിരുന്നത്. പരാതി വൈകിയത് എന്തുകൊണ്ടാണ് എന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല എന്ന ഈ ജാമ്യ ഹർജി നിശ്ചയിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറഞ്ഞിരുന്നു. ഗർഭഛിദ്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചതിന് തെളിവുണ്ട്, നേരിട്ട് തെളിവുണ്ട്. മാത്രമല്ല അതിനെ വിസമ്മതിച്ചതിൻ്റെയും തെളിവുണ്ട്. ഈ പരാതിക്കാരി രാഹുലുമൊത്തൊരു നല്ല കുടുംബജീവിതം ആഗ്രഹിച്ചിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ഇത്തരത്തിലുള്ള കുറ്റകൃത്യം പ്രതി വീണ്ടും ചെയ്യുന്നതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിചാരണ കോടതി നിരീക്ഷിച്ചിരുന്നു. അതിൻ്റെ കൂടി ഭാഗമായായിരുന്നു ആ ജാമ്യം നിഷേധിക്കൽ. എന്തായാലും ഇനി 15-ാം തീയതി വരെയും ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് വരെയും അറസ്റ്റ് തടയുന്നതോടുകൂടി വലിയ ആശ്വാസമാണ് എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ 10 ദിവസമായി എവിടെയെന്നറിയാത്ത പാലക്കാടിന്റെ MLA ഇനി ഒരുപക്ഷെ പുറത്തു വരുമോ എന്നുള്ളതുകൂടി നോക്കേണ്ടതുണ്ട്. അതല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗപ്രവേശം ചെയ്യുമോ എന്നുള്ളതുൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇനി പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.